ഹായ് മകളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിന്റെ സോഷ്യലിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ. ഏതാണ് രണ്ടാമത്തെ ചാപ്റ്റർ? ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ കുറേ റിബല്യൻസിനെ പറ്റിയും പോരാട്ടങ്ങളെ പറ്റിയൊക്കെയാണ് പഠിച്ചത്, അല്ലേ? അപ്പോൾ അത് പഠിച്ച കൂട്ടത്തിൽ നമ്മളൊരു പെസൻ റിവോൾട്ട് പഠിച്ചില്ലായിരുന്നോ? ഏതായിരുന്നു ഒരു പെസൻ റിവോൾട്ട്? നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ പോരാടിയ ഇൻഡിഗോ റിബല്യൻ, അല്ലെ? നീലം കർഷകർ നടത്തിയ റിബല്യനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ദീനബന്ധു മിത്ര എന്ന് പറയുന്ന ബംഗാളി സാഹിത്യകാരൻ രചിച്ച നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഏത് ബംഗാളി സാഹിത്യകാരനാണ്? ദീനബന്ധു മിത്ര എന്ന് പറയുന്ന ബംഗാളി സാഹിത്യകാരൻ എഴുതിയ നാടകത്തിന്റെ പേരെന്താണ്? നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ എന്നാണ്. നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. സാഹിത്യകാരന്റെ പേര് ദീനബന്ധു മിത്ര എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? നീലം കർഷകർ, ഇൻഡിഗോ കർഷകർ നേരിട്ടിരുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. അതിൽ ബ്രിട്ടീഷുകാർ അവരെ ചൂഷണം ചെയ്തതും അവർ അനുഭവിച്ച പ്രശ്നങ്ങളും ദുരിതങ്ങളെ പറ്റിയാണ് ഈ നാടകത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? the need to fight against the foreign tyranny, അല്ലേ? വിദേശ ആധിപത്യത്തിനെതിരെ പോരാടണം എന്നൊക്കെ അവരുടെ ഉള്ളിൽ തോന്നി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ്? the emancipation of economic exploitation. എന്താണ്? സാമ്പത്തിക ചൂഷണം. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് അതിന്റെ അർത്ഥം? സാമ്പത്തിക ചൂഷണം, അല്ലെ? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനെതിരെയൊക്കെ പോരാടണം എന്നൊരു തോന്നൽ, അല്ലെ? ഇന്ത്യൻ ജനതകൾക്കിടയിൽ തോന്നി തുടങ്ങുകയാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താണ്? ഇൻഡിപെൻഡൻസിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു, അല്ലെ? പല നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്നതായിരുന്നു എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ? അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ മേഖലയിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, അല്ലെ? അതായത് വേഷത്തില്, ഭാവത്തില്, ഭാഷയില്, സംസ്കാരത്തില്, ദെൻ ലാംഗ്വേജില്, എല്ലാത്തിലും ജാതിപരമായിട്ടൊക്കെ ഒരു വേർതിരിവ് നിലനിന്നിരുന്ന കാലമായിരുന്നു ഏത്? ഇൻഡിപെൻഡൻസിന് മുന്നേ, സ്വാതന്ത്ര്യത്തിന് മുന്നേ ജാതിപരമായിട്ട്, ഭാഷാപരമായിട്ട്, ദെൻ വേഷത്തില്, സംസ്കാരത്തില് ഒക്കെ വേർതിരിവ് നേരിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വേർതിരിവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏത്? ഇൻഡിപെൻഡൻസിന് മുന്നേ. ഈ ഒരു 19th സെഞ്ച്വറിന്റെ ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഈ എല്ലാ വേർതിരിവിനെയും അപ്പുറം, ഇല്ലേ, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, ഐക്യത്തോടെ നിൽക്കണം എന്നൊരു ഫീലിംഗ് വരാൻ വേണ്ടി തുടങ്ങി, ഇല്ലേ? അതായത് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കണം, അതായത് ബ്രിട്ടീഷിനെതിരെ തിരിയണം അല്ലെങ്കിൽ അതിനെതിരെ പോരാടാൻ എല്ലാ ജനതകളും ഒന്നിച്ച് നിൽക്കണം. അവിടെ വർഗ, വർണ്ണ, സംസ്കാര, വേഷഭാഷ വ്യത്യാസങ്ങൾ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഇതിനൊക്കെ എതിരെ നമ്മൾ ആ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം അല്ലെങ്കിൽ വേർതിരിവിനൊക്കെ അപ്പുറം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് ആർക്ക് തോന്നി തുടങ്ങി? നമ്മൾ ഇന്ത്യക്കാർക്ക് തോന്നി തുടങ്ങി. അപ്പൊ എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഇങ്ങനെ തോന്നലിലേക്ക് നയിച്ചെന്ന് നോക്കാം, അല്ലെ? ഈ തോന്നലിനെ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഐക്യത്തോടെ നിൽക്കണം, ആ ഒരു ഫീലിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത്. ദ സെൻസ് ഓഫ് യൂണിറ്റി ഈസ് കോൾഡ് നാഷണലിസം, അല്ലെ? ഈ ഐക്യബോധത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ ഈ നാഷണലിസത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സ്ട്രോങ് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് ആണ്. അതായത് ബ്രിട്ടീഷിനെതിരെ പോരാടണം. സ്ട്രോങ് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് വാസ് ദ ബേസിസ് ഫോർ
നാഷണലിസം, അതായത് ദേശീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഉദിക്കുന്നത്. അതായത് നാഷണലിസം എന്ന് പറയുന്നത് എന്താണ്? ദ സെൻസ് ഓഫ് യൂണിറ്റി, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അല്ലെ, ഐക്യത്തോടെ നിൽക്കണം എന്നുള്ള ആ ചിന്താഗതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എസ്സേ വരുന്ന ഭാഗമാണ്. നാഷണലിസത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണ്, അതിനെ വെച്ചിട്ട് ഒരു എസ്സേ എഴുതുക എന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് നാഷണലിസത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഈ സെൻസ് ഓഫ് യൂണിറ്റി, ആ ഫീലിംഗ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, റീസൺസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? അത് ഇക്കണോമിക് പോളിസി, അല്ലെ? ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിപ്പ്, എന്തെല്ലോ കയ്യിലിരിപ്പാണ് ഈ ദേശീയത അല്ലെങ്കിൽ നാഷണലിസം വേണം, അല്ലെങ്കിൽ നാഷണലിസത്തിലേക്ക് സെൻസ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ചിന്താഗതി ഇന്ത്യൻ ജനതകൾക്കിടയിൽ ഉണ്ടാക്കിയത്, അല്ലെ? അപ്പൊ ബ്രിട്ടീഷുകാരുടെ എന്തൊക്കെ കയ്യിലിരിപ്പാണ് ഇതിനൊക്കെ കാരണമായത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തേതാണ് എന്ത്? ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക നയം, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയം. എന്ത് ഇക്കണോമിക് പോളിസി അവർ സ്വീകരിച്ച എന്ത് സാമ്പത്തിക നയമായിരിക്കും ഇന്ത്യക്കാരെ അവർക്കെതിരെ തിരിക്കാൻ കാരണമായിട്ടുണ്ടാകുക? എന്തായിരിക്കും കാരണമായിട്ടുണ്ടാകുക? നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയെ കണക്കാക്കിയിരുന്നത് എന്താണ്? അവരുടെ, അതായത് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രീസിന്, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു സ്ഥലം, ഒരു കോളനി ആയിട്ടായിരുന്നു ആരെ കണക്കാക്കിയിരുന്നത്? ഇന്ത്യനെ കണക്കാക്കിയത്. അതായത് അവിടെയുള്ള ഇൻഡസ്ട്രീസ് വളരണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ റോ മെറ്റീരിയൽസ്, നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വേണമായിരുന്നു എന്ത് നടത്താൻ? അവിടെ വ്യവസായങ്ങൾ വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടുത്തെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അവരുടെ റോ മെറ്റീരിയൽസിന് ആവശ്യമായ ഒരു കോളനി ആയിരുന്നു എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഹാഡ് ബിക്കം എ കോളനി ഫോർ ദ കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു കോളനി ആയിട്ട് ആര് മാറി? ഇന്ത്യ മാറി. അതേപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ആൻഡ് ഓൾസോ ദ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റ് ചെലവാക്കാൻ പറ്റിയ ഒരു കമ്പോളമായിട്ട്, ഒരു മാർക്കറ്റായിട്ട് എന്ത് മാറി? ഇന്ത്യയെ അവർ മാറ്റിയെടുത്തു. അതായത് അവരുടെ സാധനങ്ങളൊക്കെ ചെലവാക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് ആയിട്ടായിരുന്നു ആരെ കണക്കാക്കിയിരുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അവർ കണക്കാക്കിയിരുന്നത്. അവരുടെ ഒന്നാമത്തെ സാമ്പത്തിക നയം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, അവരുടെ ഇൻഡസ്ട്രീസ്, ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു കോളനി ആയിരുന്നു ആര്? ഇന്ത്യയെ അങ്ങനെയായിരുന്നു പരിഗണിച്ചിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ചെലവാക്കാൻ, വിൽക്കപ്പെടാനുള്ള ഒരു കമ്പോളം, ഒരു മാർക്കറ്റ് ആയിട്ട് മാത്രമാണ് ഇന്ത്യയെ അവര് കണക്കാക്കിയിരുന്നത്. ദെൻ ഇതിന്റെയൊക്കെ പുറമെ ഇവരെന്താണ് എയിം ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ എന്താണ് എയിം ചെയ്തിരുന്നത്? അത് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ദ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ മെയിൻ എയിം, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള ചൂഷണമായിരുന്നു ഇതിന്റെയൊക്കെ പിന്നില്. അതായത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന കോളനി ആയിട്ട് കണക്കാക്കപ്പെടുമ്പോഴും അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കപ്പെടുമ്പോഴും എന്താണ് മാറുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റായിട്ട്, ചീപ്പ് മാർക്കറ്റായിട്ട്, സാധനങ്ങൾ എളുപ്പത്തിൽ വിറ്റ് തീർക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് മാറുകയാണ് എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയുള്ളപ്പോ എന്താണ് ഇവിടെ പ്രശ്നം വരിക? അതായത് ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് എല്ലാം അങ്ങ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ വല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമോ? ഇല്ല അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ, അതായത് അന്നത്തെ കാലത്ത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരും ചെറിയ ചെറിയ കൈത്തറി കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾ പലതും ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ചീപ്പ് സാധനങ്ങൾ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഇന്ത്യൻ പ്രൊഡക്റ്റിന് അവിടെ മാർക്കറ്റ് ലഭിക്കുമോ? ഇല്ല, അല്ലെ? അവിടെ മാർക്കറ്റ് ലഭിക്കൂല, മൂല്യം ലഭിക്കൂല.
ഇതൊക്കെ എന്തിനെതിരെ കാരണമായി? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ തിരിക്കാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് മാറി. എന്ത്? സാമ്പത്തിക നയം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ മെയിൻ എയിം എന്തായിരുന്നു? ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യണം എന്നൊരു ലക്ഷ്യം മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇവരുടെ ഇക്കണോമിക് പോളിസീസിന്റെ ഒക്കെ, അതായത് ഒന്നാമത്തെ കാര്യം, ഇവരുടെ നയങ്ങളെല്ലാം സാമ്പത്തികമായി ചൂഷണത്തിന് കാരണമായി, ഇന്ത്യനെ സാമ്പത്തികമായി ചൂഷണത്തിന് ഇരയാക്കി. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റും ദാരിദ്ര്യവും വർദ്ധിക്കാൻ കാരണമായി. ഇന്ത്യയിലെ ഇവരുടെ സാമ്പത്തിക നയം കൊണ്ട് ഇന്ത്യൻ ജനത തൊഴിലില്ലായ്മയും അതേപോലെ തന്നെ കഠിന ദാരിദ്ര്യവും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇതിന്റെയൊക്കെ പുറമെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുവോ? സപ്പോർട്ട് ചെയ്യോ? ഇല്ല അല്ലെ? അപ്പം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി കൂടുതലായിട്ടും പഠനങ്ങൾ നടത്തിയതും അതിനെപ്പറ്റി പ്രസ്താവനകൾ ഇറക്കിയതും ഒക്കെ ആരായിരുന്നു? ഇത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു. ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ ഗോവിന്ദ റാണെ എന്നിവരാണ് ഇതിനെപ്പറ്റി, അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി പഠനങ്ങൾ അന്നത്തെ കാലത്ത് നടത്തിയ വിദഗ്ധർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ തിരിച്ച മറ്റൊരു ഘടകമാണെന്ത്? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ ഘടകമാണെന്ത്? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. നാഷണലിസത്തിലേക്ക് നയിച്ച, ദേശീയതയിലേക്ക് നയിച്ച രണ്ടാമത്തെ ഫാക്ടർ, രണ്ടാമത്തെ ഘടകമാണെന്ത്? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം. പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ ഘടകമാണ്. ദെൻ എങ്ങനെയായിരിക്കും മോഡേൺ എഡ്യൂക്കേഷൻ ഇവർക്കെതിരെ തിരിക്കാൻ കാരണമായത്? എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. അതായത് 19th സെഞ്ചുറിന്റെ തുടക്കത്തിൽ തന്നെ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രചരിക്കാൻ തുടങ്ങി. അതായത് ബ്രിട്ടീഷുകാരാണ് ആധുനിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് അല്ലെ? അപ്പോൾ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Then English education was propagated by British to highlight their supremacy. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവർ പ്രചരിപ്പിക്കാൻ 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ആ മെയിൻ ആയിട്ടുണ്ടായിരുന്ന 3 കാരണങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണമാണ് ഹൈലൈറ്റ് ദെയർ സുപ്പീരിയോറിറ്റി, അല്ലെ? അവരുടെ മേന്മയെ ഉയർത്തി കാണിക്കാൻ. ഒന്നാമത്തെ കാരണം എന്താണ്? ഹൈലൈറ്റ് ദെയർ സുപ്പീരിയോറിറ്റി. അവരുടെ മേന്മയെ എടുത്തു കാട്ടാനാണ് അവരെന്ത് ചെയ്തത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. രണ്ടാമത്തെ കാരണമാണ് ടു സബ്ജുഗേറ്റ് ഇന്ത്യൻസ് കൾച്ചറലി, അല്ലെ? എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്? ഇന്ത്യക്കാര് സാംസ്കാരികപരമായിട്ട് തങ്ങൾക്ക് വിധേയരാണ്, തങ്ങളെക്കാൾ താഴ്ന്നവരാണ് എന്ന് തെളിയിക്കാനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. 2 കാരണങ്ങളാണുള്ളത്. 2 കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന് ഹൈലൈറ്റ് ദെയർ സുപ്പീരിയോറിറ്റി, രണ്ടാമത്തത് എന്താണ്? സബ്ജുഗേറ്റ് ഇന്ത്യൻസ് കൾച്ചറലി, സാംസ്കാരികപരമായിട്ട് ഇന്ത്യക്കാര് താഴ്ന്നതാണെന്ന് കാണിക്കാൻ. രണ്ടാമത്തേത് എന്താണ്? ലാസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? മൗൾഡൈസേഷൻ ഓഫ് ഇന്ത്യൻസ് ഹു വുഡ് ബി സിമ്പത്തറ്റിക് ടു ദം. അതായത് ഇന്ത്യക്കാരുടെ ഇടയിൽ, അല്ലെ, ഇന്ത്യക്കാരുടെ ഇടയിൽ കുറച്ച് പേരെ ബ്രിട്ടീഷുകാരോട് അനുഭാവമുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് കൂറുള്ള കുറച്ച് ഇന്ത്യക്കാരെ ഉണ്ടാക്കിയെടുക്കണം, അല്ലെ? നമ്മൾ മുട്ടായി കൊടുത്ത് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നിർത്തൂലേ? അതേപോലെ പയ്യെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് കുറച്ച് പേരെ നമ്മുടെ കൂടെ അങ്ങ് കൂട്ടി നിർത്താം, അല്ലെ? നമ്മളോട് സ്നേഹമുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് സ്നേഹമുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ധാരണയിലാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പ്രചരിപ്പിച്ചത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനുണ്ടായിരുന്ന 3 കാരണങ്ങൾ, 3 റീസൺസ് ആണ് ഇവിടെ പറഞ്ഞത്, അല്ലെ? അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള മെയിൻ എയിംസ്, ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ പക്ഷേ വിപരീതമായിട്ട്, അല്ലെ, ഇവരുടെ ലക്ഷ്യം ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇതിന് വിപരീതമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലഭിച്ച ഇന്ത്യക്കാര് സ്വാതന്ത്ര്യത്തെ പറ്റിയും തുല്യനീതിയെ പറ്റിയും ഡെമോക്രസിയെ പറ്റിയും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. പണി പാളി,
ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്ത് കുറച്ച് പേരെ നമുക്ക് എതിരെ നമ്മുടെ കൂടെ നിർത്താം, അങ്ങനെ മൊത്തത്തിൽ കീഴടക്കാം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നേ. പക്ഷെ അവിടെ എന്ത് ചെയ്തു? പണി പാളി അല്ലെ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലഭിച്ച ഇന്ത്യക്കാര് ചിന്തിക്കാൻ തുടങ്ങി. എന്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി? ഫ്രീഡം അല്ലെ. എന്തിനെയൊക്കെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി? ദ ഡെമോക്രസി, ജനാധിപത്യം, ഫ്രീഡം, സ്വാതന്ത്ര്യം, ഇഗാലിറ്റേറിയനിസം, സ്ഥിതി സമത്വം, ഈക്വൽ ജസ്റ്റിസ്, തുല്യനീതി, അതേപോലെ തന്നെ സയന്റിഫിക് ടെമ്പർ ആൻഡ് സിവിൽ റൈറ്റ്സ് അല്ലെ. ശാസ്ത്രബോധവും പൗരാവകാശ നിയമത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പ്രാപ്തരായി, അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി അല്ലെ. ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമോ? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും നടന്നില്ല. ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത് അല്ലെ. ഇത്തരത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവര് കണ്ടിന്യൂസ്ലി സ്വാതന്ത്ര്യത്തെ പറ്റി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി അല്ലെ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്നവര് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ്, പൊതു ലാംഗ്വേജ് ആയിട്ട് എന്ത് മാറി? ഇംഗ്ലീഷ് മാറി അല്ലെ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഭാഷാപരമായിട്ട് വളരെ വ്യത്യസ്തമായ സംസ്കാരമുള്ളതാണ് അല്ലെ. പല സ്ഥലങ്ങളിലും പല ഭാഷകളാണ്, മാതൃഭാഷകളും പല ഭാഷകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് വരുന്നവര് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് എന്ത് മാറി? ഇംഗ്ലീഷ് മാറി. Then the Western education helped Indians to understand about economic and social weakness of the country. അല്ലെ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലഭിച്ചവര് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യത്തെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതൊക്കെ എന്തിലേക്ക് നയിച്ചു? നാഷണലിസം അല്ലെങ്കിൽ ദേശീയതയിലേക്ക് നയിക്കാൻ കാരണമായി. ദേശീയതയിലേക്ക് നയിച്ച രണ്ടാമത്തെ കാരണമാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ബ്രിട്ടീഷുകാരുടെ നല്ലൊരു തീരുമാനമായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് അതെന്തായി? അത് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട്, വിപരീതമായിട്ട് സംഭവിക്കുകയാണ് ചെയ്തത്. ക്ലിയർ? ദേശീയതയിലേക്ക് നയിച്ച അടുത്ത ഘടകമാണ് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ. സാഹിത്യങ്ങളും പത്രങ്ങളും എങ്ങനെയായിരിക്കും ഈ സാഹിത്യങ്ങളും പത്രങ്ങളും ദേശീയതയിലേക്ക് സ്വാധീനിച്ചത്? ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായത് അന്നത്തെ കാലത്ത് പല സാമൂഹിക കൃതികളിലും ജ്വലിച്ചു നിന്ന ആശയം എന്ന് പറയുന്നത് എന്താണ്? നാഷണലിസം ആയിരുന്നു, ദേശീയതയായിരുന്നു അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തെ പറ്റിയൊക്കെയായിരുന്നു അന്നത്തെ സാഹിത്യ കൃതികളിൽ അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സിലൊക്കെ തെളിഞ്ഞു നിന്ന ആശയം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചെയ്ത ചൂഷണവും അവരുടെ കയ്യിലിരിപ്പും മൊത്തം അങ്ങ് സാഹിത്യകാരന്മാര് അവരുടെ കൃതികളിലൂടെ എഴുതി പ്രചരിപ്പിക്കാൻ തുടങ്ങി അല്ലെ. ബ്രിട്ടീഷുകാര് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും എന്ത് ചെയ്തു? സാഹിത്യ കൃതികളിലൂടെ അവര് വിളിച്ചു പറഞ്ഞു. അപ്പൊ ദേശീയതയുടെ പ്രാധാന്യം, ദേശീയത, നാഷണലിസം എന്ന് പറയുന്നതിന്റെ ആവശ്യകതയും ആൾക്കാർക്ക് സാഹിത്യ കൃതികളിലൂടെ എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി ഇല്ലെ. ഇതിന്റെയൊക്കെ മെയിൻ ആശയം എന്ന് പറയുന്നത് ഇന്ത്യക്കാര് നേരിട്ടിരുന്ന അവഗണനയും ചൂഷണവുമായിരുന്നു അന്നത്തെ സാഹിത്യ കൃതികളിലെ മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. എന്തായിരുന്നു? ദ സഫറിങ് ആൻഡ് നെഗ്ലക്ട് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനത നേരിട്ട അവഗണനയും ചൂഷണവും ഒക്കെയായിരുന്നു അന്നത്തെ സാഹിത്യ കൃതികളുടെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പല സാഹിത്യകാരന്മാരും സാഹിത്യ കൃതികൾ അന്നത്തെ കാലത്ത് രചിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രമുഖ എഴുത്തുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊമിനന്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ പ്രൊമിനന്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ എന്ന് പറയുന്നത് ദീനബന്ധു മിത്രയായിരുന്നു. ഒന്നാമത്തേത് ആരാണ്? ദീനബന്ധു മിത്ര. നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ദീനബന്ധു മിത്രയുടെ ഏത് നാടകം? നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം അല്ലെ. ഇൻഡിഗോ പെസൻസ് നേരിട്ട ചൂഷണത്തെ പറ്റിയുള്ളതാണ് ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം.
പിന്നെ രണ്ടാമത്തെ ആളാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നവരൊക്കെ ദേശീയതയുടെ പ്രാധാന്യവും ആവശ്യകതയെ പറ്റിയൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന സാഹിത്യകാരന്മാരായിരുന്നു ഇവരൊക്കെ. പഠിച്ചു വെക്കണം കേട്ടോ ഏതൊക്കെ സാഹിത്യകാരന്മാരാണെന്നുള്ളത്. അന്നത്തെ കാലത്തെ ഫേമസ് ലിറ്റററി വർക്ക്സും എഴുതിയവരും ഏത് ഭാഷകളിലായിരുന്നു രചിക്കപ്പെട്ടതും എന്നുള്ള കോളം ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ ബംഗാളി ഭാഷയിലായിരുന്നു സാഹിത്യകൃതികൾ രചിച്ചിരുന്നത്. അതേപോലെ സുബ്രഹ്മണ്യ ഭാരതി തമിഴില്, ഭാരതേന്ദു ഹരിചന്ദ്ര ഹിന്ദിയില്, അൽതാഫ് ഹുസൈൻ അലി ഉറുദുവില്, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ കൃതിയാണ് അല്ലെ, മലയാള സാഹിത്യകാരനാണ് ആര്, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പഠിക്കുക കേട്ടോ. നാഷണലിസം പ്രചരിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മറ്റൊന്നാണ് എന്ത്, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ അന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷ അല്ലെ, മലയാളം തമിഴ് പോലെയുള്ള പ്രാദേശിക ഭാഷയിലും പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയില് ജേർണലിസം പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്, സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്, രാജാറാം മോഹൻ റോയ് ആണ്. സമ്പദ് കൗമുദി എന്ന് ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ എന്ന് പേർഷ്യൻ ഭാഷകളിലും അദ്ദേഹം പത്രങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ പത്രങ്ങളുടെയൊക്കെ മെയിൻ എയിം എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ വിളിച്ചു പറയുക അല്ലെങ്കിൽ അതിനെതിരെ പോരാടുക എന്നതൊക്കെയായിരുന്നു ഈ പത്രങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന പത്രങ്ങൾ ഏതൊക്കെ ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നു എന്നതാണ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിക്ക് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിക്ക് ചോദിക്കാം. അമൃത് ബസാർ പത്രിക ബംഗാളി ലാംഗ്വേജിലായിരുന്നു. ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇപ്പോഴും നിലവിലുണ്ടല്ലേ, ഇംഗ്ലീഷ് ഭാഷകളിലായിരുന്നു. മലയാളത്തില് 2 പത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, മാതൃഭൂമിയും അൽ അമീനുമായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്ന പത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ ന്യൂസ് പേപ്പറിലൂടെ ഒക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അല്ലെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതിനെ തടഞ്ഞില്ലെങ്കിൽ പണി പാളും എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിന്റെ പബ്ലിക്കേഷനും തടയാൻ വേണ്ടിയിട്ട് അവര് പുതിയ നയങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ ലോർഡ് ലിട്ടൺ പുറത്തിറക്കിയതാണ് ഏത്, വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. വെർണാക്കുലർ പ്രസ് ആക്ട് നാട്ടുഭാഷ പത്ര നിയമം എന്ന് പറയും അല്ലെ. വെർണാക്കുലർ പ്രസ് ആക്ട് 1878 വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവരുന്നത്. ഇത് 1 വേർഡിൽ ചോദിക്കാം. വെർണാക്കുലർ പ്രസ് ആക്ട് കേട്ടോ, ടേബിൾ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ആരാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, ആരാണ് പുറത്തിറക്കിയത്, ലോർഡ് ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. അതായത് പത്രങ്ങളുടെ പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇറക്കിയ പോളിസിയാണ് ഏത്, വെർണാക്കുലർ പ്രസ് ആക്ട്. ഏത് പ്രഭുവാണ് ഇറക്കിയത്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ലിട്ടൺ പ്രഭു ആണ് വെർണാക്കുലർ പ്രസ് ആക്ട് ഇറക്കിയത്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അല്ലെ. നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലഭിച്ച ഇന്ത്യക്കാര് പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് അല്ലെ. അതേപോലെ തന്നെ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ ലഭിച്ചവര് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇതിന്റെ പോരായ്മകൾ, അന്ന് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി ഇല്ലേ. ഇതൊക്കെ എന്ത് മോശമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ആര് ചിന്തിച്ചു തുടങ്ങി, സാമൂഹിക പരിഷ്കർത്താക്കൾ ചിന്തിച്ച് തുടങ്ങി. ഇത്തരത്തിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു അല്ലെ. ഇത്തരത്തില് ഇന്ത്യയില് സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്, സോഷ്യൽ റിഫോംസിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ദെൻ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ബംഗാളിൽ 1772 രാജാറാം മോഹൻ റോയ് ബംഗാളിലാണ് ജനിക്കുന്നത്. ആൻഡ് ഹി ഹാസ് നോളജ് ഇൻ ഹിന്ദുയിസം, ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂതിസം അല്ലെ. അതായത് 4 മതങ്ങളിലും കഠിന ജ്ഞാനമുള്ള ഒരാളായിരുന്നു ആര്, നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയും. ഹിന്ദുയിസം, ഇസ്ലാമിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂതിസത്തിലും അതിതായ അറിവുള്ള ജ്ഞാനമുള്ള ആളായിരുന്നു ആര്, രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞത് അല്ലെ. അതുപോലെ
അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ഒരു ബഹുഭാഷ ജ്ഞാനിയായിരുന്നു അല്ലെ, പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അറിയായിരുന്നു. നമ്മൾ രാജാറാം മോഹൻ റോയിന്റെ വേറെ 2 കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചില്ലായിരുന്നോ? ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ജേർണലിസത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച 2 പത്രങ്ങള് സമ്പത്ത് കൗമുദിയും പിന്നെ ഏതാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന 2 പത്രങ്ങളും ആരംഭിച്ചതാണ്? സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. ക്ലിയർ? ഇനി രാജാറാം മോഹൻ റോയിന്റെ മെയിൻ വർക്ക്സുകൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ മേഖലകളിലാണ് ഇദ്ദേഹം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് നോക്കേണ്ടത്. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. സതി നിർത്തലാക്കാൻ മുന്നിൽ നിന്നത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. എന്തായിരുന്നു സതി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് അവരെ ദഹിപ്പിക്കുന്ന അതേ ചിതയിൽ ചാടി മരിക്കണം എന്നൊരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലെ. അതാണ് സതി എന്ന് പറയുന്നത്. അപ്പൊ സതി നിർത്തലാക്കാൻ മുന്നിൽ നിന്നത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അതേപോലെ തന്നെ സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ടു ഇമ്പോർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ. ആധുനിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ തുടങ്ങി. അതേപോലെ തന്നെ ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റ് തുടക്കം കുറിച്ചു. ഇതും ചിലപ്പോൾ ടേബിൾ ആയിട്ട് ചോദിക്കാം കേട്ടോ. ബ്രഹ്മ സമാജ് തുടങ്ങിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിന്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏത്? ബ്രഹ്മ സമാജ് എന്ന് പറയുന്നത്. ഇതും ചിലപ്പോ ടേബിൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ബ്രഹ്മ സമാജ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ദെൻ fought against social evils like child marriage and polygamy. അതായത് ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്ന് പറയുന്ന സോഷ്യൽ ഈവിൾസും എവിടെ നിലവിലുണ്ടായിരുന്നു? ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. ചൈൽഡ് മാരേജ് അല്ലെ, ശൈശവ വിവാഹം, അതേപോലെ തന്നെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനത്തെ സോഷ്യൽ ഈവിൾസിനെയൊക്കെ നിർത്തലാക്കിയത് ആരാണ്? അതിനെതിരെയൊക്കെ പോരാടിയത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ദെൻ ഹി ആർഗ്യൂഡ് ദാറ്റ് വുമൻ ഹാവ് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് അല്ലെ. സ്വത്തവകാശം, സ്ത്രീകൾക്കും സ്വത്തവകാശം ഉണ്ട് അതിനുവേണ്ടി പോരാടിയത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ദെൻ പിന്നെ ഒരെണ്ണം സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡോൾട്രി ആൻഡ് പോളിതെസിസം എന്ന് വെച്ചാൽ ഐഡോൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വിഗ്രഹ ആരാധനയും ബഹുദൈവത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരെ ഇദ്ദേഹം പോരാടിയിരുന്നു. ഇത്രയുമാണ് രാജാറാം മോഹൻ റോയ്. ചിലപ്പോൾ രാജാറാം മോഹൻ റോയിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. ഇതിൽ ഉൾപ്പെടുന്ന ഈ 6 പോയിന്റുകൾ മെയിൻ ആണ്. ഇന്ത്യയിൽ നടത്തിയ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് മെയിൻ ആണ്, പഠിക്കണം. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ച ജേർണലിസവും കാര്യങ്ങളും, അതായത് ഇന്ത്യയിലെ ജേർണലിസം തുടങ്ങിയത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണെന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ആളാണ് സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്നത്. ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ, ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. മഹാരാഷ്ട്രയിൽ താഴ്ന്നവരായി കണക്കാക്കിയിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പോരാടാനും അതേപോലെ തന്നെ വിമൻസിനും വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം പോരാടിയിരുന്നത്. ജ്യോതിറാവ് ഫൂലെ. പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട് ആരാണെന്നുള്ളത് കേട്ടോ. ജ്യോതിറാവ് ഫൂലെ ആയിരുന്നു. ആൻഡ് ഹി ഫോംഡ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് സത്യശോധക് സമാജ്. അതായത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ജ്യോതിറാവ് ഫൂലേന്റെ പ്രസ്ഥാനമായിരുന്നു ഏത്? സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആൻഡ് വിധവ വിവാഹത്തിനും, വിഡോസ് മാരേജ്, വിധവകളെ വീണ്ടും വിവാഹം കഴിപ്പിച്ചയക്കാനും, അതേപോലെ തന്നെ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ ചൈൽഡ് ഓഫ് വിഡോസ്, വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനുമായിരുന്നു ഏത് ഓർഗനൈസേഷന്റെ എയിം എന്ന് പറയുന്നത്? സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ജ്യോതിറാവ് ഫൂലെ സ്ഥാപിച്ചതാണ് ഏത്? സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ഇതിന്റെ എയിം അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനം, മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? വിധവ വിവാഹം അല്ലെ, വിഡോ മാരേജും അതേപോലെ തന്നെ വിധവകളുടെ കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷിതത്വവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. And he also established many educational institutions for women and Dalit. സ്ത്രീകൾക്കും ദളിതർക്കുമായിട്ട് കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതേപോലെ തന്നെ
മഹാരാഷ്ട്രയിലെ ആൾക്കാർ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തെ മഹാത്മാ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ജ്യോതിറാവ് ഫൂലെയുടെ കൂടെ ഇദ്ദേഹത്തിന്റെ പത്നിയായ സാവിത്രിബായി ഫൂലെയും ഉണ്ടായിരുന്നു. സാവിത്രിബായി ഫൂലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് സ്കൂളുകൾ തുടങ്ങി. അതേപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ പഠിക്കാനായിട്ട് നിശാ പാഠശാലകളും ഒക്കെ തുടങ്ങി. ആര്? സാവിത്രിബായി ഫൂലെയും തുടങ്ങിയിട്ടുണ്ട്. ഇനി പണ്ഡിത് രമാഭായ് എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലെ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു. ആര്? പണ്ഡിത രമാഭായ്. നേരത്തെ നമ്മൾ പറഞ്ഞവർ രണ്ടുപേരും പുരുഷന്മാരായിരുന്നു. ഇതിലെ സോഷ്യൽ റിഫോം മൂവ്മെന്റിലെ ഒരു സ്ത്രീ സാന്നിധ്യം, ഫെമിനൈൻ പ്രസൻസ് ആയിരുന്നു. ആര്? പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഈസ് നേറ്റീവ് ഓഫ് കർണാടകക്കാരിയാണ്. ആൻഡ് മാസ്റ്റേർഡ് ഇൻ മെനി ലാംഗ്വേജസ്, അല്ലെ? മാസ്റ്റേർഡ് ഇൻ ലാംഗ്വേജസ് സച്ച് എസ് സംസ്കൃത്, മറാത്തി ആൻഡ് ബംഗാളി, അല്ലെ? ബംഗാളിയും സംസ്കൃതവും അതേപോലെ തന്നെ മറാത്തിയിലുമൊക്കെ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ആളായിരുന്നു. ആര്? വൈഭവം ഉണ്ടായിരുന്ന ആളായിരുന്നു. ആര്? പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. ആൻഡ് പണ്ഡിത രമാഭായിയുടെ സംസ്കൃതത്തിലുള്ള ജ്ഞാനം കണ്ടിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് പണ്ഡിത രമാഭായിനെ പണ്ഡിത എന്നായിരുന്നു വിളിച്ചിരുന്നത്. പണ്ഡിത എന്ന് വിളിച്ചത് ആരാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ്. സംസ്കൃതത്തിലുള്ള പ്രാവീണ്യം കണ്ടുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് കേട്ടോ. Then Pandita Ramabai fought against child marriage and started several schools for widows and girls. പണ്ഡിത രമാഭായിയും കുട്ടികളുടെ ചൈൽഡ് മാരേജിനെതിരെ പോരാടുകയും അതേപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഗേൾസിന്റെയും വിഡോസിന്റെയും വിധവകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പോരാടിയതാണ് ആര്? പണ്ഡിത് രമാഭായ് എന്ന് പറയുന്ന സ്ത്രീ. ഓക്കെ, സാമൂഹിക പരിഷ്കർത്താവ്, അല്ലെ? വിഡോസിന്റെയും വിധവകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. അതേപോലെ തന്നെ എന്താണ്? ചൈൽഡ് മാരേജിനെതിരെയും പോരാടിയത്, ശൈശവ വിവാഹത്തിനെതിരെയും പോരാടിയത് ആരാണ്? പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ് ആരംഭിച്ച കുറച്ച് പ്രസ്ഥാനങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം കേട്ടോ. ഒന്നാണ് ആര്യ മഹിളാ സമാജ്. ഇത്തരത്തില് കുട്ടികളുടെയും വിധവകളുടെയും പഠനത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഏത്? ആര്യ മഹിളാ സമാജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ശാരദ ഭവൻ, സ്റ്റാർട്ടഡ് ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്, അല്ലെ? വിധവകളെ പാർപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു എന്ത്? ശാരദാ സദൻ എന്ന് പറയുന്നത്. ദെൻ മുക്തി മിഷൻ, അടുത്തതാണെന്ത്? മുക്തി മിഷൻ. അതായത് വൊക്കേഷണൽ ട്രെയിനിങ്, വിമൻസിന് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എന്ത്? മുക്തി മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിത രമാഭായിയുടെ 3 പ്രസ്ഥാനങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത് ആര്യ മഹിളാ സമാജ്, അല്ലെ? ആര്യ മഹിളാ സമാജ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ചൈൽഡ് മാരേജിനെതിരെയും കുട്ടികളുടെയും വിധവകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുമായിരുന്നു എന്ത്? ആര്യ മഹിളാ സമാജ് ഉണ്ടായിരുന്നത്. ശാരദാ സദൻ എന്ന് പറയുന്നത് വിധവകളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത്? ശാരദാ സദൻ എന്ന് പറയുന്നത്, റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്. ദെൻ മൂന്നാമത്തതാണ് മുക്തി മിഷൻ, അല്ലെ? വിമൻസിന്, സ്ത്രീകൾക്ക് തൊഴിലധിഷ്ഠിതമായ ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? തൊഴിലധിഷ്ഠിതമായ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിരുന്നു എന്ത്? ഒരു പ്രസ്ഥാനമായിരുന്നു എന്ത്? മുക്തി മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പണ്ഡിത രമാഭായിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ദെൻ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം, സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആരാണ് തുടങ്ങിയത്? ആത്മാറാം പാണ്ഡൂരന്റെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏത്? പ്രാർത്ഥനാ സമാജ്. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ആര്യ സമാജ് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആയിരുന്നു ഇത് ആര്യ സമാജം. ദെൻ അലിഗ്രഹം മൂവ്മെന്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനിന്റെ ആയിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് മാഡം ബ്ലാവസ്കി, കേണൽ ഓക്ലോട്ടിന്റെയും ആയിരുന്നു ഏത്? തിയോസഫിക്കൽ സൊസൈറ്റി. ദെൻ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനായിരുന്നു അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ദെൻ ഹിതകാരിണി സമാജ് എന്ന് പറയുന്നത് വീരസലിംഗ പാണ്ഡുലു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതായിരുന്നു. ദെൻ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇ വി രാമസ്വാമി നയിക്കറിന്റെ ആയിരുന്നു. ദെൻ
SNDP അല്ലെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, നമ്മൾ അത് എന്തെന്ന് പറയും? SNDP കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ SNDP ആരുടെ പ്രസ്ഥാനമായിരുന്നു? ആരായിരുന്നു SNDP? ശ്രീനാരായണ ഗുരുവിന്റെ അല്ലെ, SNDP ശ്രീനാരായണ ഗുരുവായിരുന്നു അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ദെൻ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് അയ്യങ്കാളിയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് പോർഷൻ ആണിത്, ഇത് പഠിക്കണം. മേ ബി മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അങ്ങനെയായിരിക്കും വരിക, അല്ലെങ്കിൽ ചോദിക്കും, നമ്മൾ അതിന്റെ ഉത്തരം എഴുതേണ്ടതായിട്ട് വരും. അടുത്ത ഒരു കാരണം അല്ലെ, നാഷണലിസത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണം കൂടിയാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പൊ മൊത്തം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്ന് പറയുന്നത് നാഷണലിസത്തിലേക്ക് നയിച്ച കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്ന് ഇക്കണോമിക് പോളിസി, രണ്ടാമത്തത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, മൂന്നാമത്തത് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെ. അതിന്റെ കൂടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മൂവ്മെന്റ്, അവരും കൂടെ പ്രയത്നിച്ച കാര്യങ്ങളും കൂടിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അടുത്ത ഒരു പോയിന്റ്, നാലാമത്തെ പോയിന്റ് ആണ് എന്ത്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട്, ഗതാഗതവും ആശയവിനിമയവും എങ്ങനെയാണ് ദേശീയതയിലേക്ക് നയിച്ചത് എന്ന് നോക്കാം. ദെൻ ബ്രിട്ടീഷുകാര് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തു അല്ലെ. ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സത്യത്തിൽ ചെയ്തത്? ഇവർക്ക് ട്രേഡും ഇൻഡസ്ട്രീസും അതേപോലെ തന്നെ മിലിറ്ററി പർപ്പസ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് തന്നെ അല്ലെ. അവർക്ക് ട്രേഡ് നടത്താൻ, അവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിനും, അല്ലെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ആശയവിനിമയം നടത്താനുള്ള എളുപ്പത്തിനാണ് പല സംവിധാനങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ദെൻ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ സിസ്റ്റം, റെയിൽവേസ്, പോസ്റ്റൽ സിസ്റ്റം, ടെലഗ്രാഫ് സർവീസ് ഒക്കെ ഇന്ത്യയിൽ തുടങ്ങിയത് ആരാണ്? ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ തുടങ്ങിയത് അല്ലെ. ചരക്കുകൾ കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ട്, ഗതാഗതം വേണം, റോഡുകൾ, അതേപോലെ തന്നെ റെയിൽവേ, ഇതൊക്കെ എന്തിനാണ്? ചരക്ക് നീക്കത്തിനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ തുടങ്ങിയത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് ഗതാഗതവും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൂടെ ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഗങ്ങളുമായിട്ട് കണക്ഷൻ വന്നു അല്ലെ. എല്ലാ ഭാഗങ്ങളുമായിട്ട് ഒരു ബന്ധം വന്നു. അവർക്ക് ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ, അല്ലെങ്കിൽ പോരാടാൻ വേണ്ടിയിട്ട് സാധിച്ചു അല്ലെ, സാധിച്ചു. അപ്പൊ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് പോരാടാനാണെങ്കിലും, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പരസ്പരം ഒരു കണക്ഷൻ വന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് സ്ഥലങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? ഒരു കണക്ഷൻ കൊണ്ടുവന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷിനെതിരെ തിരിയാനുള്ള കാരണങ്ങളായി. ഇവർ തന്നെ ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു. ആ ഡെവലപ്മെന്റിലൂടെ ഇവർക്ക് തന്നെ എന്ത് ചെയ്തു? പണി കിട്ടി. അതേപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ, ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്തതാണ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതേപോലെ തന്നെ ലീഗൽ സിസ്റ്റം ആൻഡ് കറൻസി സിസ്റ്റം അല്ലെ. യൂണിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ ആൻഡ് കറൻസി സിസ്റ്റം അല്ലെ. ഏകീകൃത ഭരണം, ഏകീകൃത നിയമം, ഏകീകൃത നാണയ വ്യവസ്ഥ, ഇത് മൂന്നും നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാര് ഒന്നും കൂടി എന്തായി? ഐക്യമായി അല്ലെ, ഏകീകൃതമായി, ഐക്യബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായി. അതായത് ഏകീകൃത നിയമം എന്ന് പറയുന്നത് ഏതാണ്? ഏകീകൃത നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് IPC അല്ലെ. IPCനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ നിയമ സംവിധാനം നിലവിലുള്ളത്. അപ്പം ഇത്തരത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്താണ്? ഒരു ഐക്യബോധം കൂടി ഉണ്ടാക്കി, ഐക്യബോധം സൃഷ്ടിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നാഷണലിസം അല്ലെങ്കിൽ ദേശീയതയിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ദേശീയതയിലേക്ക് നയിച്ച ഘടകങ്ങൾ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഷോർട്ട് എസ്സേയും വരാം, മെയിൻ എസ്സേ ആയിട്ട്, ലോങ് എസ്സേ ആയിട്ടും വരാം. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് പോയിന്റ് ബേസ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വീഡിയോ കണ്ട് പഠിക്കുക, എന്നിട്ട് ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ see you.